പുരാതന കാലത്ത് ഹിമാലയത്തിന്റെ താഴ്വരയിലെ നിബിഡമായ വനങ്ങളിൽ ശപിക്കപ്പെട്ട ഒരു ദിവ്യ അപ്സരയായ അഞ്ജന ജീവിച്ചിരുന്നു. അവളുടെ ദുഃഖത്തിൽ അവൾ ശാപത്തിൽ നിന്ന് മോചനം നേടുന്നതിനായി പ്രാർത്ഥിക്കുകയും കഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. അവളുടെ ഭക്തിയിൽ പ്രചോദിതനായ ദേവന്മാർ നന്മയുടെ ശക്തികളെ സഹായിക്കുന്ന ഒരു ശക്തമായ മകനെ പ്രസവിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അതേസമയം വിദൂര നഗരമായ അയോധ്യയിൽ ദശരഥ രാജാവ് കുട്ടികളാൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഒരു പുണ്യയജ്ഞം നടത്തുകയുണ്ടായിരുന്നു. പവിത്രമായ അഗ്നിയിൽ നിന്നും രാജ്ഞിമാർക്ക് പങ്കിടാൻ ഉപേക്ഷിക്കുന്ന ഒരു ദിവ്യ പായസമുയർന്നു. വിധി അനുസരിച്ച് ഈ ദിവ്യ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ശക്തനായ വായു വഹിച്ചു. അത് ധ്യാനിക്കുന്ന അഞ്ജനയുടെ കൈകളിൽ സൗമ്യമായി വെച്ചു. ദേവന്മാരുടെ ഇഷ്ടത്തിന് അനുസരണയുള്ള അഞ്ജന അനുഗ്രഹപ്പെട്ട യാഗം കഴിച്ചു. കാലക്രമേണ അവൾ ഒരു അത്ഭുതകരമായ കുട്ടിയെ പ്രസവിച്ചു. 1000 സൂര്യന്മാരുടെ തിളക്കത്തോടെ, പരിധിയില്ലാത്ത ശക്തിയോടെ, വേഗതയോടെ, ആകാശത്തിലൂടെ പറക്കാനുള്ള ശക്തിയോടെ ജനിച്ച ഹനുമാൻ അദ്ദേഹത്തിന്റെ പിതാവായ വായു കാറ്റിന്റെ സ്വാതന്ത്ര്യം സമ്മാനിച്ചു. അത് അദ്ദേഹത്തെ കാറ്റിന്റെ വേഗതയേറിയവനും ചടുലനുമാക്കി. ജനനം മുതൽ തന്നെ ഹനുമാനെ മറ്റു ദേവന്മാരും അനുഗ്രഹിച്ചു. ബ്രഹ്മാവ് അദ്ദേഹത്തിന് മരണത്തിൽ നിന്നും സംരക്ഷണം, ശിവൻ അദ്ദേഹത്തിന് ദിവ്യബുദ്ധി നൽകി അനുഗ്രഹിച്ചു. ഇന്ദ്രൻ തന്റെ ഇടിമിന്നലിൽ നിന്നും പ്രതിരോധശേഷി നൽകി. അഗ്നി അദ്ദേഹത്തെ അഗ്നിയെ പ്രതിരോധിക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ഹനുമാൻ എന്ന നിത്യഭക്തൻ ജനിച്ചു. ഒരു ദിവസം രാമായണത്തിലെ നായകനായ ശ്രീരാമനെ സേവിക്കുന്നതിനായി മാത്രം ഹൃദയം മിടിക്കുകയും ഭക്തിയുടെയും ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കുകയും ചെയ്തു.